എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ. എന്റെ പ്രിയമുള്ളവരെ, അതാ മഹാനായ അബൂ ഇയാസ് റളിയല്ലാഹു തആല അൻഹു, അബൂ ഇയാസ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ അവിടെന്ന് നോക്കുമ്പോ ഒരു ജനാസ നാല് പേര് ചുമന്ന് കൊണ്ടുപോവുകയാ. മരിച്ചുപോയ ഒരു ചെറുപ്പക്കാരന്റെ ജനാസയുണ്ടല്ലോ, നാല് പേര് ചുമന്ന് കൊണ്ടുപോവുകയാണ്. മഹാനായ ഇയാസ് തങ്ങൾക്ക് വല്ലാത്ത അത്ഭുതമായി. മയ്യത്ത് ചുമക്കാൻ പോലും ആരുമില്ലല്ലോ തമ്പുരാന്. 4 പേര് ജനാസ ചുമന്ന് കൊണ്ടുപോവുകയാണ്. 5ാമനായിട്ട് ഇയാസ് തങ്ങളും കൂടുകയാണ്. അവിടെ നിന്ന് കൊണ്ടുപോയി മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. അതാ മയ്യത്ത് ഖബറടക്കി. എന്നിട്ട് മഹാനായ അബൂ ഇയാസ് തങ്ങൾ ചോദിക്കുകയാ, എന്തേ ഈ ചെറുപ്പക്കാരൻ ആരുമില്ലേ, ഈ ചെറുപ്പക്കാരൻ ആരുമില്ലേ? അവര് പറയുന്നു, തങ്ങളെ ഒരു ഉമ്മ മാത്രമേ ഉള്ളൂ, ഒരു ഉമ്മ മാത്രമേ ഉള്ളൂ. ഞങ്ങള് 4 പേരും ആ ചെറുപ്പക്കാരന്റെ കുടുംബക്കാരല്ല. ആ ഉമ്മ ഞങ്ങൾക്ക് പൈസ തന്നിട്ടാ ഞങ്ങളെ കൊണ്ടിത് ചെയ്യിപ്പിക്കുന്നത്. ഉമ്മ പൈസ തന്നു തന്റെ പൊന്നുമകന്റെ ഖബറടക്കാര്. ഇയാസ് തങ്ങളോട് പറയുകയാണ്, വല്ലാത്ത അത്ഭുതമായി. സ്വന്തം മകന്റെ മയ്യത്ത് ഖബറടക്കുന്നതിന് വേണ്ടി പൈസ കൊടുത്ത ആളെ കൊടുക്കേണ്ട അവസ്ഥ വന്നതിന്റെ കാരണം എന്താ? അവിടെ നിന്ന് മഹാനായ അബൂ ഇയാസ് തങ്ങളുണ്ടല്ലോ, ആ ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ആ ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ഒരു പ്രായം ചെന്ന ഉമ്മയെ കണ്ടു. അവിടെ നിന്ന് കാര്യങ്ങൾ ചോദിക്കുമ്പോ കരഞ്ഞുകൊണ്ട് പറയുന്നു, തങ്ങളെ അവന് കള്ളു കുടിക്കുമായിരുന്നു, തങ്ങള് എന്നെ ഒരുപാട് ഉപദ്രവിക്കുന്നവനായിരുന്നു, എന്നെ തല്ലുമായിരുന്നു, എന്നെ പട്ടിണിക്കിടുമായിരുന്നു, വീടിന്റെ വെളിയിൽ എന്നെ അടിച്ചിറക്കുമായിരുന്നു. അല്ലാഹുവേ, ഉമ്മാനെ വല്ലാതെ ഉപദ്രവിക്കുന്ന ചെറുപ്പക്കാരനോ, ഉമ്മാനെ ചവിട്ടുന്നവനോ, ഉമ്മാനെ തല്ലുന്നവനോ, ഉമ്മാനെ കണ്ണുനീര് കുടിപ്പിക്കുന്നവനോ, എന്നെ ഒരുപാട് വേദനിപ്പിച്ചവനാണ് തങ്ങള്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ പൊന്നുമോന് റബ്ബൊരു രോഗം കൊടുത്തു. അല്ലാഹു അവനൊരു പരീക്ഷണം കൊടുത്തു. അവസാനം കിടന്ന കിടപ്പിൽ കിടന്നാണ് മലമൂത്ര വിസർജനം നടത്തുന്നത്. കിടന്ന കിടപ്പിൽ കിടന്നാണ് സർവ്വതും നടത്തുന്നത്. അല്ലാഹുവേ, തന്റെ പൊന്നാര മകന് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുകയാണ്. ഒന്നിനും കഴിയാതെ വന്നപ്പോ അല്ലാ, അവൻ എന്നോട് എത്ര ദ്രോഹം ചെയ്തവനാണെങ്കിലും, എന്നെ തല്ലിയവനാണെങ്കിലും, എന്നെ പട്ടിണിക്കിട്ടവനാണെങ്കിലും അവൻ എന്റെ മകനല്ലേ തങ്ങള്. അവന്റെ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല തങ്ങള്. ഉമ്മ എങ്ങനെയല്ലേ, ഉമ്മ എങ്ങനെയല്ലേ? പടച്ചവനെ, ഉമ്മ രോഗം പിടിച്ച് കിടന്നാൽ ഉമ്മ ഒന്നും നോക്കാറില്ല. ഉമ്മ എഴുന്നേക്കാൻ വയ്യാതെ കിടന്നാൽ അല്ലാഹുവേ, ഉമ്മ പട്ടിണിയാണെങ്കിലും പിഞ്ചു കുഞ്ഞുങ്ങൾ കരയുമ്പോ സ്വന്തം ശരീരം നോക്കാതെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവളാ ഉമ്മ. ചെയ്തതെല്ലാം ആ പെറ്റുമ്മ മറന്നുപോയി. എന്നിട്ട് ഉമ്മ തന്റെ പൊന്നാര മകന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുകയാണ്. തന്റെ പൊന്നാര മകനെ കുളിപ്പിക്കുകയാണ്, അവന്റെ വസ്ത്രങ്ങൾ കഴുകുകയാണ്, അവന്റെ മൂത്രവും കാഷ്ടവും വാരുകയാണ്, അവന് ഭക്ഷണം വാരിക്കൊടുക്കുകയാണ്. പടച്ചവനെ, ആ ഉമ്മ പറയുന്നു, തങ്ങള് എന്റെ പൊന്നുമകൻ എന്നോട് സംസാരിക്കാറില്ല, എന്റെ പൊന്നുമകൻ എന്നോട് സംസാരിക്കാറില്ല. അവൻ കിടന്ന് കരച്ചലാണ്, എപ്പോ നോക്കിയാലും കിടന്ന് കരച്ചലാണ്. എന്നോട് ചെയ്തു പോയ ദ്രോഹമോർത്തിട്ട്, എന്നോട് ചെയ്തു പോയ ദ്രോഹമോർത്തിട്ട് അവൻ കിടന്ന് കരയും തങ്ങള്. എന്റെ പൊന്നുമകൻ കിടന്ന് കരയുകയാണ്. അത് കാണുമ്പോഴാണ് എന്റെ നെഞ്ചു പൊട്ടിപ്പോകുന്നത്. എന്റെ പൊന്നുമോന്റെ കരച്ചല് കാണുമ്പോഴാണ് എനിക്ക് സഹിക്കാൻ കഴിയാത്തത്. അവസാനം എന്റെ പൊന്നുമോ അവന്റെ മരണമെടുത്തപ്പോ ഉമ്മാനെ അടുത്ത് വിളിക്കുകയാ, ഉമ്മാനെ അടുത്ത് വിളിക്കുകയാ. തന്റെ മരണമെടുത്ത സമയത്ത് തന്റെ ഉമ്മാനെ അടുത്ത് വിളിച്ചിട്ട് ആ പൊന്നുമകൻ ഉമ്മയോട് കരഞ്ഞുകൊണ്ട് പറയുന്ന, ഉമ്മ
എന്റെ മരണമെടുത്ത് കഴിയുമ്പോ, എന്റെ സക്കറാത്ത് കടന്നു വരുമ്പോ ഉമ്മ എന്ത് ചെയ്യണമെന്നറിയുമോ? ഇദാ മുത്തു ഫലക്കിനി കലിമത്ത തൗഹീദ്. ഉമ്മയുടെ നാവ് കൊണ്ട് എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരടേ. ആ പൊന്നുമകൻ പറയുകയാണ്, എന്റെ റൂഹ് പിടിക്കാൻ തുടങ്ങുമ്പോ എന്റെ ഉമ്മ തന്നെ എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരടേ. കാരണം എനിക്ക് പറയാൻ പറ്റൂല, എനിക്കത് പറയാൻ കഴിയൂല. കാരണം ഞാൻ അത്രയ്ക്ക് നിങ്ങളോട് ദ്രോഹം ചെയ്തിട്ടുണ്ട്. ഉമ്മ, നിങ്ങളെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉമ്മ തന്നെ എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരടേ. എന്റെ ഉമ്മ തന്നെ എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരടേ. എന്നിട്ട് പറയാ, എന്റെ നാവ് പൊങ്ങുന്നില്ലെങ്കില്, എന്റെ നാവ് പൊങ്ങുന്നില്ലെങ്കില് അല്ലാഹുവേ ഫളയ്യ ഖദമക അലാ ഖദീ, മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുന്ന എന്റെ കവിളിന്റെ മുകളില് ഉമ്മാ നിങ്ങളുടെ കാലെടുത്ത് ചവിട്ടണേ ഉമ്മാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാറ് എന്നെ കൊണ്ട് കഴിയാതെ വന്ന ഉമ്മയുടെ കാലെടുത്തിട്ട് എന്റെ മുഖത്ത് ചവിട്ടണം ഉമ്മ. നിങ്ങളുടെ കാൽ ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത്, നിങ്ങളുടെ കാൽ ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത്. ഞാൻ അത്രയ്ക്ക് ദ്രോഹം നിങ്ങളോട് ചെയ്തവനാണ്, അത്രയ്ക്കും ദ്രോഹം ഞാൻ നിങ്ങളോട് ചെയ്തവനാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ എന്റെ നാവ് പൊങ്ങുന്നില്ലെങ്കിൽ മാടക്കാലെടുത്തിട്ട് എന്റെ മുഖത്ത് ചവിട്ടണേ. അല്ല എന്നോട് കരുണ കാണിക്കാൻ, അല്ല എന്നോട് കരുണ കാണിക്കാൻ. എന്നിട്ടും എനിക്ക് പറയാൻ കഴിയുന്നില്ലെങ്കിൽ ഉമ്മാ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം ആ ചെറുപ്പക്കാരൻ മരണത്തോട് മല്ലടിക്കുമ്പോ പൊന്നുമോന്റെ വസിയത്താണല്ലോ, ഉമ്മ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തു. തന്റെ പൊന്നുമകന് പറയാൻ പറ്റുന്നില്ല, തന്റെ പൊന്നുമകന്റെ നാവ് പൊങ്ങുന്നില്ല. കാരണം ഉമ്മാനെ തല്ലിയവനാണ്, ഉമ്മാനെ കണ്ണുനീര് കുടിപ്പിച്ചവനാണ്, ഉമ്മാനെ ഒരുപാട് വേദനിപ്പിച്ചവനാണ്. ഉമ്മ തന്റെ കാലെടുത്തിട്ട് ചവിട്ടുകയാ, ഉമ്മ തന്റെ കാലെടുത്തിട്ട് പൊന്നുമകന്റെ മുഖത്ത് ചവിട്ടുകയാണ്. എന്നിട്ട് ദുആ ചെയ്യുന്നു, അല്ലാ എന്റെ പൊന്നുമോര് എന്നോട് ചെയ്തത് മുഴുവനും ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നു തമ്പുരാരേ. നീ കൂടെ പുറത്തു കൊടുക്കണേ അല്ല, നീ കൂടെ പുറത്തു കൊടുക്കണേ അല്ല. എന്റെ പൊന്നുമോന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. എന്റെ പൊന്നുമകൻ ഇങ്ങനെയാണ് മരിച്ചു പോയത്. അവിടെ യാസതങ്ങളോട് പറഞ്ഞു കൊടുക്കുമ്പോ പരിശുദ്ധമായ റമളാനിൽ പോലെ ഉമ്മാനെ ചീത്ത വിളിക്കുന്ന മക്കള്, ഉമ്മാടോട് കയർത്ത് സംസാരിക്കുന്ന ചെറുപ്പക്കാരാ, വേണ്ടടാ, നിനക്ക് കയർക്കണമെങ്കില്, നിനക്ക് ഭരണം നടത്തണമെങ്കില് നിന്റെ മക്കളുണ്ടല്ലോ, നിന്റെ ഭാര്യയുണ്ടല്ലോ, അവരുടെ മുന്നിൽ പോയി നീ ഭരണം നടത്തു. അല്ലാതെ നീ എത്ര വലിയ എത്ര ഉയരങ്ങളിലെത്തിയാൽ ഉമ്മാനെ ഭരിക്കാ, വാപ്പാനെ ഭരിക്കാ നീ വളർന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങള് ഉമ്മാടെ മുന്നിൽ നിന്റെ ശബ്ദമുയരല്ലേ.